നമ്മൾ മലമ്പുഴയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. തൊട്ടപ്പുറത്ത് പാലക്കാട്ട് രമേശ് പിഷാരടി എത്തുന്നു. ഒരു പൊതുസമ്മതൻ, സെലിബ്രിറ്റി. പാലക്കാട് മണ്ഡലം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കോൺഗ്രസിനെ കൊണ്ടുപോയ ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് അവിടെ രമേശ് പിഷാരടി എത്തുമ്പോഴുള്ള സാധ്യതകൾ. മലമ്പുഴ വരെ പറഞ്ഞു വെക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. കാരണം ആ പട്ടികയിൽ ഏകദേശം അപ്രതീക്ഷിതമായ ഒരു പേരുകളും കടന്നു വന്നിരുന്നില്ല. രമേശ് പിഷാരടിയുടെ പേര് ചർച്ച ചെയ്ത് ഒറ്റപ്പേരിലേക്ക് എത്തിയത് വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ്. ഒരു രാഷ്ട്രീയ പിൻബലമുള്ള അല്ലെങ്കിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായ ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായി എത്തണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തിരുന്നു. പക്ഷേ രമേശ് പിഷാരടി മത്സരിച്ചാൽ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. പ്രത്യേകിച്ചും ഒരു സിനിമാ താരം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, കാര്യമായ ആരോപണങ്ങളൊന്നും നേരിടാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, സ്വാഭാവികമായും രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ചാൽ അവിടെ വിജയിക്കാനാകും, സാമുദായിക സമവാക്യം അടക്കം അനുകൂലമാകും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ശക്തമായ ഒരു മത്സരം എന്തായാലും ആ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രമേശ് പിഷാരടിയെ കളത്തിലേക്ക് ഇറക്കി പാലക്കാട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള തന്ത്രം പയറ്റുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം, ഷാഫിയുടെ നോമിനി എന്നുള്ള ഒരു പരിഗണന, അതെല്ലാം ആ മണ്ഡലത്തിൽ ഗുണം ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ്. നമ്മൾ പാലക്കാട് നിന്നും തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ അത് താനൂരാണ്. കെ സി സുബ്രഹ്മണ്യം തരൂരിൽ സ്ഥാനാർത്ഥിയാകും. നേരത്തെ തന്നെ ഏകദേശം ഉറപ്പിച്ചിരുന്ന പേരുകളിലൊന്നായിരുന്നു, ഒറ്റപ്പേരിലേക്ക് എത്തിയ പേരായിരുന്നു. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ ഒരു വട്ടം കൂടി മത്സരിക്കാൻ ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സുമേഷ് അച്യുതനെ ആ മണ്ഡലത്തിൽ നിയോഗിക്കുന്നത്. നെന്മാറയിൽ ടി തങ്കപ്പൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അടക്കം മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് തങ്കപ്പൻ പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ടിക്ക് വിധേയനായി പാർട്ടി പറഞ്ഞത് കേട്ട് മാറി നിന്നയാളാണ് തങ്കപ്പൻ. ആ തങ്കപ്പനെ അന്ന് കലാപങ്ങളൊന്നും നടത്താത്ത തങ്കപ്പനെ ഇപ്പോൾ പാർട്ടി ഇവിടെ നെന്മാറയിൽ നിയോഗിക്കുകയാണ്. നെന്മാറയിൽ ശക്തമായൊരു മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെന്മാറയിൽ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ CPM ഉണ്ടായിട്ടുള്ള ചില പഠന പ്രക്രിയകളൊക്കെ മുതലെടുത്താൽ ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം. ആലത്തൂരിൽ KN ഫെബിൻ യുവ നേതാവാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. മണലൂരിൽ TN പ്രതാപൻ വരികയാണ്. കഴിഞ്ഞ തവണ മാറി നിൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കേണ്ടി വന്ന പ്രതാപനെ പരിഗണിക്കുന്നു. പ്രതാപൻ മണലൂരിൽ സ്ഥാനാർത്ഥിയെത്തുന്നു. ഒല്ലൂരിൽ ഷാജി ജെ കോടങ്കണ്ടത്താണ്. കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ പേര് തന്നെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. തൃശ്ശൂരിൽ രാജൻ ജെ പല്ലൻ ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ വിജയിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. ഇത്തവണ എന്തായാലും മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കോർപ്പറേഷനിലെ വിജയത്തിൻ്റെ ഒരു മാറ്റമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഒറ്റപ്പേരിലേക്ക് എത്തുകയാണ്. രാജൻ ജെ പല്ലൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നാട്ടിക. നാട്ടികയിൽ സുനിൽ ലാലൂരിനെ തന്നെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. CC മുകുന്ദൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയപ്പോൾ, CPM നിന്നും പോയപ്പോൾ ആദ്യം സമീപിച്ചത് കോൺഗ്രസിനെയാണ്. അവിടെ സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നൊരു സാധ്യത തേടി. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട സുനിൽ ലാലൂരിനെ തന്നെ ഇത്തവണ വീണ്ടും പരീക്ഷിക്കുകയാണ്. സുനിൽ കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നതാണ്. അതിനാൽ സുനിലിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വേണ്ടതില്ല, CC മുകുന്ദൻ വന്നാലും വേണ്ട എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അങ്ങനെ സുനിൽ ലാലൂർ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. കയ്പമംഗലത്തിൽ TM നാസറാണ് സ്ഥാനാർത്ഥി. അവിടെ കോൺഗ്രസിന് എത്രത്തോളം വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇടത് കോട്ടയാണ് കയ്പമംഗലം. അവിടെ TM നാസറിനെ പരീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പുതുക്കാട് K ബാബുരാജാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. KM ബാബുരാജാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് സിറ്റിംഗ് MLA ആണ്. കാര്യമായ മാറ്റങ്ങളില്ല. കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്ന പേരാണ്. കാര്യമായ തർക്കങ്ങളില്ലാതെ ജനീഷിന് കൊടുങ്ങല്ലൂർ ലഭിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇടത് കോട്ടയാണത്. മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കുന്നത്. ജനീഷിന് ചില സാഹചര്യങ്ങളൊക്കെ സാമുദായിക ഘടകങ്ങളൊക്കെ അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷ പാർട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം അങ്കമാലിയിൽ റോജി M ജോൺ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചില്ല. സിറ്റിംഗ് MLA ആണ്. വീണ്ടും മത്സരത്തിന് ഇറങ്ങുകയാണ്. ആലുവയിൽ അൻവർ സാദത്തിനെ വീണ്ടും പരീക്ഷിക്കുന്നു. കാര്യമായ ആലോചനകളൊന്നും ആ സീറ്റിന്റെ കാര്യത്തിൽ നടന്നിരുന്നില്ല. പറവൂരിൽ സ്വാഭാവികമായും VD സതീശൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. എറണാകുളത്ത് TJ വിനോദ് സിറ്റിംഗ് MLA ആണ്. ഒരു അവസരം കൂടി നൽകുകയാണ്. തൃക്കാക്കരയുടെ കാര്യത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചില ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. ആ സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായെന്ന ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പറഞ്ഞതാണ്. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കുന്നില്ല. ഉമാ തോമസ് തന്നെ വീണ്ടും തൃക്കാക്കരയിൽ നിന്നും ജനവിധി തേടുകയാണ്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആര് മത്സരിച്ചാലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീതിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഉമാ തോമസ് വീണ്ടും മത്സരിക്കുകയാണ്. കുന്നത്തുനാട് VP സജീന്ദ്രൻ തോറ്റുപോയെങ്കിലും ഒരു വട്ടം കൂടി പരീക്ഷിക്കുകയാണ്. അവിടെയും നേരത്തെ VT ബലറാമിന്റെ കാര്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മത്സരത്തിന്റെ അതേ ആവർത്തനം ഉണ്ടാവുകയാണ്. അവിടെ VP സജീന്ദ്രനും അതോടൊപ്പം തന്നെ ശ്രീനിജനും തമ്മിലുള്ള നേർക്കുനേർ മത്സരം ഉണ്ടാകുന്നു. ശക്തമായ സ്വാധീനമായി അവിടെ 2020 ഉണ്ട്, NDA ഉണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇനിയിപ്പോൾ കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നീട് മൂവാറ്റുപുഴ, മാത്യു കുഴൽനാടന്റെ പേരിനപ്പുറത്തേക്ക് മറ്റൊന്നും ആലോചിക്കാൻ കോൺഗ്രസിന് ആ സീറ്റിന്റെ കാര്യത്തിലില്ല. വൈക്കത്താണ് ബിനിമോൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്. മറ്റ് പല പൊതുസ്വതന്ത്രരെ അടക്കം അവിടെ പരിഗണിച്ചിരുന്നു എങ്കിൽ കൂടി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മതി, ഒരു പൊതുസ്വതന്ത്രൻ വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയാണ് അവിടെ ബിനിമോന്റെ പേരിലേക്ക് എത്തിച്ചേരുന്നത്. കോട്ടയത്ത് തിരുവഞ്ചൂരല്ലാതെ മറ്റൊന്നും കോൺഗ്രസിന് ആലോചിക്കാനില്ല, ചിന്തിക്കാനില്ല. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമൻ എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഷാനിമോൾ ഒരു വട്ടം മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. ചേർത്തലയിൽ K രാജേന്ദ്ര പ്രസാദാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ശരത്തായിരുന്നു അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ മറ്റ് ചില ഘടകങ്ങൾ കൂടി, സമുദായ ഘടകങ്ങൾ
കാര്യങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ട് ആ സീറ്റിൽ ഒരു മാറ്റം വേണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. അത് കോൺഗ്രസ് പരിഗണിക്കുകയാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല എന്നല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതയില്ല. അപ്പോൾ മാവേലിക്കര മുത്താര രാജ് മത്സരത്തിന് ഇറങ്ങുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവാണ്, യുവമുഖമാണ്. മുത്താര രാജിനെ മാവേലിക്കരയിൽ പരീക്ഷിക്കുന്നു. അരുൺകുമാറിനെതിരെ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷനെ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അവിടെ CR മഹേഷ് തന്നെ ഇറങ്ങിയിരിക്കുന്നു. മഹേഷോടെ പ്രചരണവും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകുമെന്ന് ഐഷ പോറ്റി LDF ഇട്ട് UDF-ഉമായി ചർച്ച നടത്തുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. കൊട്ടാരക്കരയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട അന്ന് മുതൽ ആ മണ്ഡലത്തിൽ സജീവമാണ്. പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലെക്സുകളും പോസ്റ്ററുകളും കൊണ്ട് നിറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് പത്തനാപുരമാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയും നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയതാണ്. കുണ്ടറയുടെ കാര്യത്തിൽ മറ്റ് ആലോചനകൾക്കൊന്നും കോൺഗ്രസ് പോയില്ല. അവിടെ PC വിഷ്ണുനാഥ് തന്നെ മത്സരരംഗത്തേക്ക് വരികയാണ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മത്സരത്തിനിറങ്ങുന്നു. കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. പക്ഷേ ബിന്ദു കൃഷ്ണ ഇത്തവണ കൊല്ലത്ത് മത്സരിക്കാൻ ഇറങ്ങിയാണ്. മറ്റ് പല ആളുകളും ആ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ബിന്ദു കൃഷ്ണ തന്നെ മത്സരിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തുകയാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാക്കിയ നേട്ടം വോട്ടായി മാറിയാൽ ബിന്ദു കൃഷ്ണയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പങ്കുവയ്ക്കുകയാണ്. ചാത്തന്നൂരിൽ സൂരജ് രവി സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ്. ആ സീറ്റ് ജി ദേവരാജിന് വിട്ടു നൽകും, ഫോർവേഡ് ബ്ലോക്കിന് വിട്ടു നൽകുമെന്നതടക്കമുള്ള ചില ചർച്ചകൾ ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ അവിടെ സൂരജ് രവിയെ പരിഗണിക്കുകയാണ്. DCC അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ് ഈ പട്ടികയുടെ മറ്റൊരു കൗതുകം. രമ്യ ആലത്തൂർ വിടുന്നു. ആലത്തൂർ വിട്ട് ഇങ്ങ് തെക്കൻ കേരളത്തിലേക്ക് എത്തുന്നു. രമ്യ ചിറയൻകീഴ് വന്നാൽ രമ്യയെ വേണ്ട എന്നുള്ള തരത്തിൽ ചില പോസ്റ്ററുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കേണ്ടതില്ല. രമ്യ മത്സരിച്ചാൽ ശക്തമായ ഒരു മത്സരം ചിറയൻകീഴിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. രമ്യ അങ്ങനെ ചിറയൻകീഴിലേക്ക് എത്തുകയാണ്, തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. പിന്നീടുള്ളത് വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഏകദേശം ഉറപ്പിച്ചതായിരുന്നു. മുരളീധരൻ പ്രചരണവും ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിൽ മുരളീധരൻ, പിന്നീട് കോവളം വിൻസെന്റിന്റെ കാര്യമാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് ഇല്ലാതെ പോയ സമയത്ത് എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ഈ കൂട്ടത്തിൽ പ്രഖ്യാപിക്കാത്തപ്പോൾ കുന്നപ്പള്ളിയുടെ കാര്യത്തിലുണ്ടായ അതേ ആശയക്കുഴപ്പം തന്നെ വിൻസെന്റിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ വിൻസെന്റ് തന്നെ മത്സരിക്കട്ടെ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. കോവളത്ത് വിൻസെന്റിന്റെ സംവിധാനം എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതിനാൽ മാറ്റിയൊരു പരീക്ഷണത്തിന് തയ്യാറാകുന്നില്ല. കോവളത്ത് വിജയപ്രതീക്ഷയിൽ ഒരു വട്ടം കൂടി വിൻസെന്റിനെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ 55 പേരുകളുടെ പട്ടികയാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ പുറത്തുവിടുന്നത്. ഈ 55 പേരുകൾക്കപ്പുറത്തേക്ക് ഇനിയും ഒരുപാട് പേരുകൾ പുറത്തു വരാനുണ്ട്. 92 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അവശേഷിക്കുന്ന സീറ്റുകളുടെ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സീറ്റുകളിലേക്കൊന്നും നിയമമടക്കമുള്ള കഴക്കൂട്ടമടക്കമുള്ള സീറ്റുകളിലേക്ക് കടന്നു ചെല്ലാനായിട്ടില്ല. പാറശാല, നെയ്യാറ്റിൻകര, അരുവിക്കര തുടങ്ങിയ സീറ്റുകളിലേക്ക് ഈ ചർച്ചകൾ അത് പൂർത്തീകരിച്ച് പേര് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. ഇടുക്കിയിൽ ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം ഈ 3 സീറ്റുകൾ ഇടുക്കി സീറ്റ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. ആ സീറ്റുകളിലൊന്നും പ്രഖ്യാപനം നടത്താൻ കഴിയുന്നില്ല. പത്തനംതിട്ടയിൽ കോന്നി അടക്കമുള്ള സീറ്റുകൾ, അടൂരടക്കമുള്ള സീറ്റുകൾ, ആ സീറ്റുകളിലേക്കൊന്നും എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇനിയും ആലോചനകൾ നടക്കുന്നു. അങ്ങനെ വേണമോ നമുക്ക് മനസ്സിലാക്കണം? ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന വിവരം MK രാഘവൻ K സുധാകരനെ കാണാൻ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു എന്ന വിവരം വരുന്ന മൊമെന്റാണിത്. അപ്പോൾ ഈ ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ രാഹുൽ ഗാന്ധിക്കോ ഒരു താല്പര്യവുമില്ല എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? എംപിമാരുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇതുവരെയും ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഇതിൽ കോന്നിയിലെ സീറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല, കോന്നിയിലെ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ MK രാഘവൻ ഇനി മത്സരിക്കാൻ ആ പട്ടിക പരിശോധിക്കുമ്പോൾ മറ്റേതെങ്കിലും സീറ്റുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. MK രാഘവൻ മാത്രമല്ല, അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കൊടിക്കുന്നിലില്ല എന്ന് പറഞ്ഞിരുന്നു. അടൂർ പ്രകാശിൻ്റെയും അതോടൊപ്പം തന്നെ K സുധാകരൻ്റെയും കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ കണ്ണൂർ സീറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണൂർ സീറ്റ് ഇപ്പോഴും നേതൃത്വം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതായത് K സുധാകരന് കണ്ണൂരിലും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന് കോന്നിയിലും ഇപ്പോഴും ഒരു സാധ്യതയുണ്ട്. ആ വാതിൽ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെയാണ് നേതാക്കളെല്ലാം ഡൽഹിക്ക് പോകുന്നത്. പെരുമ്പാവൂരിൽ മറ്റേതെങ്കിലും പേര് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയും ഡൽഹിക്ക് പോകില്ലായിരുന്നു. ഇതിപ്പോൾ പേര് പ്രഖ്യാപിച്ചിട്ടില്ല, ഇപ്പോഴും ഒരു സാധ്യത മുന്നിൽ കാണുന്നു. അതിനാൽ തന്നെ ഈ നേതാക്കളെല്ലാം വീണ്ടും ചർച്ചകളുമായി രംഗത്തിറങ്ങുകയാണ്. ഇനിയും സമയം അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേതൃത്വം ഈ നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. എങ്ങനെയെങ്കിലും പട്ടികയിൽ ഇടം നേടാൻ കഴിയുമോ എന്നുള്ള അവസാനവട്ട ശ്രമവും നടത്തുകയാണ് എംപിമാരും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയിൽ അടക്കമുള്ള ആളുകൾ. അമൽ, ഇതിലൊരു പ്രശ്നമുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇത്തവണ അധിക സമയമില്ല. നമുക്ക് മുന്നിൽ ആകെയുള്ളത് ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോലും ഒരു 23 ദിവസം മാത്രമുള്ള ഒരു സമയത്ത് ഇനി ആലോചനകൾക്കൊക്കെ എത്ര സമയമുണ്ട് എന്നതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് അറിയുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എംപിമാരൊഴിച്ച് ബാക്കി ഒരുവിധം അറിയുന്ന നിലവിലുള്ള MLA-മാരുടെ പേരൊക്കെ ഈ പട്ടികയിലുണ്ട്. ഇനി വരേണ്ടത് പുതുമുഖങ്ങളാണ്. അവർക്ക് ഓരോ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ വൈകുന്നേരം അവരുടെ സാധ്യതകളിലേക്ക് കൂടി നിഴൽ വീഴുകയല്ലേ?
ഉറപ്പായും അങ്ങനെയാണ്. കാരണം CPM മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നതിൽ 56 പേർ സിറ്റിംഗ് MLA-മാരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം നിൽക്കുന്നു. CPI-യുടെ കാര്യത്തിലാണെങ്കിലും പ്രധാനപ്പെട്ട നിലവിൽ സഭയിലുണ്ടായിരുന്ന ആളുകളെല്ലാം മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും മാണി വിഭാഗത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഒപ്പം സഭയിലുണ്ടായിരുന്ന ആളുകളെല്ലാം വീണ്ടും മത്സരരംഗത്തേക്ക് ഇറക്കുകയാണ്. ആർക്കും പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥികളല്ല ആ പട്ടികയിലുള്ള ഭൂരിഭാഗം ആളുകളും. മാത്രമല്ല പുതിയതായി വന്ന ആളുകളാണ് എങ്കിലും ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ആളുകൾക്ക് പരിചയമുള്ള ആളുകളാണ്. അതിനാൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം CPM പട്ടിക നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇടത് പട്ടിക നോക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെ കാര്യത്തിലും ഇല്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടികയിലും ആരെയും പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. അവരവരുടെ മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിൽ അപൂർവം ചില പേരുകൾ മാത്രമാണ് സജീവ ചർച്ചയായി മാധ്യമങ്ങളിലൊന്നും അങ്ങനെ പുറത്തേക്ക് വരാതിരുന്ന പേരുകൾ. പക്ഷേ അവരൊക്കെ സ്വന്തം മണ്ഡലത്തിൽ ഇപ്പോൾ VT സൂരജിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ VT സൂരജൊന്നും അങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ആളല്ല. പക്ഷേ മണ്ഡലത്തിൽ കൃത്യമായി പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിലുള്ള ആളുകൾക്കറിയാം. വിദ്യാ ബാലകൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിലും അതുതന്നെയാണ് സാഹചര്യം. അങ്ങനെ ഇപ്പോൾ KM അഭിജിത്ത് നേതൃത്വത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അഭിജിത്തിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യം അവിടെ ഇല്ല. മറ്റുള്ള സിറ്റിംഗ് MLA-മാരുടെ കാര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ എന്താണ് ചർച്ച നടക്കുന്നതെന്ന് ഒന്ന് നോക്കി വരാം അമൽ. ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾ എടുക്കുക ആ സമയത്തേക്ക്.